ഗ്രാഫ് തിയറിയിലെ കമ്പോണൻസ് ഓഫ് എ ഗ്രാഫ് എന്ന സെക്ഷന്റെ കീഴിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് ഇത്. ഈ തിയറം പ്രൂവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. തിയറം എന്താണെന്ന് നോക്കാം. ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ സിമ്പിൾ ഗ്രാഫ് ഓഫ് ഓർഡർ n having k components cannot exceed n minus k into n minus k plus 1 by 2. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഗ്രാഫ് എങ്ങനെയുള്ള ഗ്രാഫാണെന്ന് ആദ്യം നോക്കാം. സിമ്പിൾ ഗ്രാഫ്, അതായത് അതിൻ്റെ ഉള്ളിൽ പാരലൽ എഡ്ജസും ഇല്ല, സെൽഫ് ലൂപ്സും ഇല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തത് ഓർഡർ n, മൊത്തം വെർട്ടീസസിന്റെ എണ്ണം n ആണ്. ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടീസസ് ഇൻ ദ ഗ്രാഫ് ഇസ് ഈക്വൽ ടു n. ഹാവിങ് k കമ്പോണൻസ്, k കമ്പോണൻസ് ആണ് ഗ്രാഫിനുള്ളത്, അതായത് കമ്പോണൻസിന്റെ എണ്ണം k ആണ്. അങ്ങനെയുള്ളൊരു ഗ്രാഫിന്റെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് n മൈനസ് കെ ഇൻറ്റു n മൈനസ് കെ പ്ലസ് 1 by 2-നേക്കാളും എക്സീഡ് ചെയ്യില്ല. ദ നമ്പർ ഓഫ് എഡ്ജസ് കനോട്ട് എക്സീഡ് n മൈനസ് കെ ഇൻറ്റു n മൈനസ് കെ പ്ലസ് 1 by 2. മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് കെ ഇൻറ്റു n മൈനസ് കെ പ്ലസ് 1 by 2 എന്ന് കാണിക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൂഫ് കംപ്ലീറ്റ് ആകും. ദ ഗ്രാഫ് ഹാസ് k കമ്പോണൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കമ്പോണന്റ് ആണെങ്കിൽ അതിനർത്ഥം ഗ്രാഫ് കണക്റ്റഡ് ആണ്, ഒറ്റ പീസായിട്ട് കിടക്കുന്നു. പ്ലെയിൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ 2 കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗ്രാഫ് 2 പീസായിട്ട് മുറിഞ്ഞു കിടക്കുന്നു. G1 G2 അങ്ങനെ 2 പീസായിട്ട് ഗ്രാഫ് മുറിഞ്ഞു കിടക്കുന്നു. ഇവിടെ k കമ്പോണൻസ് ആണ്, ഗ്രാഫ് k നമ്പർ ഓഫ് പീസസ് ആയിട്ട് മുറിഞ്ഞു കിടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഓരോ പീസും ഗ്രാഫിന്റെ k പീസസ്, വളരെ പ്ലെയിൻ ലാംഗ്വേജിൽ പറയുവാണെങ്കിൽ k പീസസ്, G1 G2 എക്സെട്ര Gk. G1 n1 വെർട്ടീസസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു, G2 n2 വെർട്ടീസസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു, Gk nk വെർട്ടീസസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. ഓരോ കമ്പോണന്റിനും എത്ര വെർട്ടെക്സ് ഉണ്ടെന്ന് തന്നിട്ടില്ല. ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ദ ഗ്രാഫ് n എന്നേ തന്നിട്ടുള്ളൂ, ഗ്രാഫ് ഓഫ് ഓർഡർ n. അല്ലാതെ ഓരോ കമ്പോണന്റും എത്ര വെർട്ടീസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അതിനെ n1 n2 എക്സെട്ര nk എന്ന് എടുക്കുന്നു. പക്ഷെ n1 മിനിമം ഒന്നെങ്കിലും ആയിരിക്കണം, കാരണം അതൊരു ഗ്രാഫിന്റെ പീസാണ് G1 എന്ന് പറയുന്നത്. അത് ഒരു വെർട്ടെക്സ് പോലും ഇല്ലാതെ ഒരു ഗ്രാഫിന് ഒരു പീസ് വരില്ല. മിനിമം ഒരു വെർട്ടെക്സ് എങ്കിലും വേണം, എന്നാലും നമ്മൾ അതിനെ ഒരു ഗ്രാഫിന്റെ പീസായിട്ടെങ്കിലും കൺസിഡർ ചെയ്യുകയുള്ളൂ. അതുപോലെ n2 മിനിമം ഒന്നെങ്കിലും ആകണം, nk മിനിമം ഒന്നെങ്കിലും ആകണം. n1 പ്ലസ് n2 പ്ലസ് എക്സ്ട്രാ പ്ലസ് nk എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ദ ഗ്രാഫ്. ഇത് ഫസ്റ്റ് കമ്പോണന്റിലെ നമ്പർ ഓഫ് വെർട്ടീസസ്, ഇത് സെക്കൻഡ് കമ്പോണന്റ് നമ്പർ ഓഫ് വെർട്ടീസസ്, ഇത് kth കമ്പോണന്റ് നമ്പർ ഓഫ് വെർട്ടീസസ്. ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ദ ഗ്രാഫ് ഇസ് ഈക്വൽ ടു n. നമുക്കറിയാം, കാരണം ഗ്രാഫ് ഓഫ് ഓർഡർ n തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദ നമ്പർ ഓഫ് എഡ്ജസ് കനോട്ട് എക്സീഡ് n മൈനസ് കെ ഇൻറ്റു n മൈനസ് കെ പ്ലസ് 1 by 2. അതായത് മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ G must be less than or equal to n minus k into n minus k plus 1 by 2 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ചെയ്തിട്ടില്ല, അത് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ എയിം. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിയറം കംപ്ലീറ്റ് ആകും. സോ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ G can be written as maximum number of edges in G1 plus maximum number of edges in G2 plus etc. plus maximum number of edges in Gk. G consists of k disconnected pieces. അതായത് ഈ G1 G2 എക്സെട്ര Gk, ഈ k ഡിസ്കണക്റ്റഡ് പീസസിനും കോമൺ ആയിട്ട് ഒരു എഡ്ജ് പോലും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ എഴുതാൻ സാധിക്കും. G1-ന് n1 വെർട്ടീസസ് ആണുള്ളത് നമ്മുടെ അസംഷൻ പ്രകാരം. അതായത് ഒരു എഡ്ജ് G1-ൽ വരയ്ക്കണമെങ്കിൽ G1-ലെ തന്നെ 2 വെർട്ടീസസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് ഒരു എഡ്ജ് നമ്മൾ വരയ്ക്കുന്നത്. അങ്ങനെ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും മാക്സിമം? നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, n1 C2. n1 വെർട്ടീസസ് ഉണ്ട്, അതിലെ 2 വെർട്ടീസസ് എടുത്താണ് ഒരു എഡ്ജ് വരയ്ക്കുന്നത്. നമുക്ക് n1 C2 പോസിബിൾ വേസിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ കഴിയും. n1 C2 നമ്പർ ഓഫ് എഡ്ജസ് മാക്സിമം ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. മാക്സിമം എഡ്ജസ് ഇൻ G1 എന്ന് പറയുന്നത് n1 C2. അതുപോലെ G2-ൽ n2 വെർട്ടീസസ് ആണുള്ളത്. സോ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ G2 എന്ന് പറയുന്നത് n2 C2. അതുപോലെ Gk-യിൽ
നമുക്ക് nk വെർട്ടീസസ് ആണുള്ളത്. സോ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് nkc2. n1c2 എന്ന് പറയുന്നത് n1 factorial by 2 factorial into n1 minus 2 factorial ആണ്. So this is equal to n1 factorial എന്ന് പറയുന്നത് 1 into 2 into etc. into n1 minus 2 into n1 minus 1 into n1 by 2 factorial into n1 minus 2 factorial. 1 into 2 into etc. into n1 minus 2, n1 minus 2 factorial കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്ത് വരും? n1 into n1 minus 1 by 2 factorial is 2. So this is equal to n1 into n1 minus 1 by 2 plus അതുപോലെ ഇത് നമുക്ക് എഴുതാം n2 into n2 minus 1 by 2 plus etc. plus nk into nk minus 1 by 2. So this is equal to sigma ni into ni minus 1 the whole divided by 2. I varies from 1 to k. 1, 2, etc. up to k. n1 എന്ന് പറയുന്നത് ഗ്രാഫിന്റെ ഫസ്റ്റ് കമ്പോണന്റ് ആയ G1ലെ വെർട്ടീസസിന്റെ എണ്ണമാണ്. തീർച്ചയായിട്ടും ഒരു കമ്പോണന്റ് വേണമെങ്കിൽ അതൊരു വെർട്ടെക്സ് എങ്കിലും വേണം. അതുകൊണ്ട് n1 is greater than or equal to 1. അതുപോലെ n2 is greater than or equal to 1, etc. nk is greater than or equal to 1. നമുക്കിനി ഈ ഇനിക്വാളിറ്റീസിനെല്ലാം -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So minus n1 will be less than or equal to -1. Inequality -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ greater than or equal to will become less than or equal to. അങ്ങനെയാണ്. So minus n2 will be less than or equal to -1, etc. minus nk will be less than or equal to -1. നമുക്കിനൊരു ഇക്വേഷൻ നേരത്തെ അറിയാമായിരുന്നു, എഴുതി വച്ചിട്ടുണ്ട്. n1 plus n2 plus etc. plus nk is equal to n എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് n1 is equal to n minus n2 minus etc. minus nk എന്ന് എഴുതാം. ഈ പ്ലസ് n2 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് n2 ആകും, പ്ലസ് nk റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് nk ആയിട്ട് മാറും. ഇവിടെ നമുക്ക് മൊത്തം എത്ര ടേംസ് ഉണ്ടായിരുന്നു? k ടേംസ് ഉണ്ടായിരുന്നു. അതിൽ ഒരാളെ ഇടത്ത് സൈഡ് നിർത്തി ബാക്കിയുള്ള ആൾക്കാരെ വലത്ത് സൈഡ് കൊണ്ടുപോയി. അപ്പോൾ ഒരാളെ ഇടത്ത് സൈഡ് നിർത്തി എന്ന് പറയുമ്പോൾ ബാക്കി k-1 ടേംസിനെയാണ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. n ഓൾറെഡി റൈറ്റ് സൈഡിലായിരുന്നു. സോ ഐ എം ഗോയിങ് ടു റീപ്ലേസ് minus n2 with -1 minus nk with -1 അങ്ങനെ. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കണം. n1 is less than or equal to n, minus n2 is less than or equal to -1. അതുപോലെ minus nk is less than or equal to -1. ഇവിടെ നമുക്ക് k-1 ടേംസ് ഉണ്ട്. That is n1 is less than or equal to n minus 1 എന്ന് പറയുന്നത് k-1 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ 1 into k-1 is k-1, k-1. That is n1 is less than or equal to n minus k plus 1. ഇതുപോലെ തന്നെയാണ് n2 is less than or equal to n minus k plus 1. n3 is less than or equal to n minus k plus 1. nk is less than or equal to n minus k plus 1. Generally നമുക്ക് എഴുതുമ്പോൾ ni is less than or equal to n minus k plus 1 എന്ന് എഴുതാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ the graph capital G is equal to sigma I varies from 1 to k ni into bracket ni minus 1 the whole divided by 2. കുറച്ചു മുന്നേ നമുക്ക് കിട്ടി ni less than or equal to n minus k plus 1. അത് ഇവിടെ ഉപയോഗിക്കാം. ഇപ്പോൾ ni is equal to n minus k plus 1 ആണെങ്കിൽ നമുക്ക് is equal to ഇട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ ni ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് കെ പ്ലസ് 1 ആണ്. സോ ni എടുത്ത് മാറ്റി n മൈനസ് കെ പ്ലസ് 1 കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇടേണ്ടത് നിർബന്ധമാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ I varies from 1 to k
ni-ക്ക് പകരം n മൈനസ് കെ പ്ലസ് 1, പിന്നെ ബാക്കിയുള്ളത് ni മൈനസ് 1 the whole by 2. Sigma I varies from 1 to k, n minus k plus 1 by 2 into ni minus 1. ഇത് ഐയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇത് മാത്രമാണ് ഐനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇതിനെ മാത്രം നമുക്ക് അകത്തിട്ട് ബാക്കിയുള്ളതിനെ പുറത്തെടുക്കാം. This becomes n minus k plus 1 the whole by 2 into sigma I varies from 1 to k ni minus 1. That is equal to n minus k plus 1 the whole by 2 into, നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാം, മൈനസ് ആണ്, നമുക്ക് സിഗ്മ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് സിഗ്മ I varies from 1 to k ni minus sigma I varies from 1 to k 1. This is equal to n minus k plus 1 the whole divided by 2 into, ഇതെന്ന് പറയുന്നത് ഐക്ക് 1 മുതൽ k വരെ കൊടുക്കുക, n1 plus n2 plus എക്സെട്രാ പ്ലസ് nk, പിന്നെ മൈനസ് 1 ആഡഡ് k ടൈംസ് 1 plus 1 plus 1 plus 1 അങ്ങനെ k ടൈംസ്. സോ അത് k ആണ്. n minus k plus 1 the whole by 2 into n1 plus n2 plus extra plus nk എന്ന് പറയുന്നത് n ആണ്, നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് n ആണ്, ബാക്കിയുള്ളത് മൈനസ് k. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എം ഓഫ് ജി ഇസ് ഈക്വൽ ടു ഇട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ ഇടയ്ക്ക് ഒരു ലെസ് ദാൻ ഈക്വൽ ടു വന്നു, അതുകൊണ്ട് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് വേണം എഴുതാൻ. എം ഓഫ് ജി is less than or equal to n minus k into n minus k plus 1 the whole by 2.